ജനാസയാണ് ഇവിടെ നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇന്നലെ മഗ്‌രിബോടടുത്ത സമയത്ത് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് യാത്രയാവുകയാണ്. ദീർഘകാലം പരിശുദ്ധ ദീനിന് വേണ്ടി വളരെയേറെ ത്യാഗം ചെയ്ത് ഖിദ്മത്തെടുത്ത ഒരു മനുഷ്യനാണ്. അങ്കണിമുഖർ ജുമാഅത്ത് പള്ളിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ അടുത്ത 2-3 വർഷം മുമ്പ് വരേക്കും ജോലി ചെയ്ത് മുദരിസായും ഖതീബായും മറ്റു നിലക്കും ജോലി ചെയ്ത് ധാരാളം ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത മഹാപണ്ഡിതനാണ്. ആ പരിസരത്തുള്ള ഏകദേശം സീതാങ്കോളി മുതൽ പെർള വരെ അല്ലെങ്കിൽ പുത്തൂർ വരെയുള്ള ഒരുപാട് മഹല്ലുകളുടെ ഖാദിയായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ് മർഹൂം ഇസ്മായിൽ മുസ്ലിയാർ. അദ്ദേഹം ഖാദിയായ മഹല്ലുകളിലെല്ലാം പിതാവിന്റെ വസിയത്ത് പ്രകാരം ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദും അതേപോലെ ഔദ്യോഗികമായി ഖാദി അല്ലെങ്കിലും അതേ നിലക്ക് തന്നെ പിതാവിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നു വന്ന് എല്ലാ മഹല്ലിലുമുള്ള ദീനീ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി. അസീസ് ഉസ്താദ് ഇല്ലാത്ത ഒരു പരിപാടിയും നമ്മളുടെ ആ ഭാഗത്ത് നടക്കാറുണ്ടായിരുന്നില്ല. ഈ 2-3 കൊല്ലം മുമ്പ് വരേക്കും വലിയ പണ്ഡിതനാണ്, വലിയ വിനയാന്വിതനാണ്, വളരെയേറെ സൽസ്വഭാവമാണ്. ഏത് കുട്ടികളോടും വലിയവരോടും ഒരുപോലെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പുഞ്ചിരിച്ചിട്ടല്ലാതെ എന്റെ ചെറുപ്പകാലം മുതലേ ഉസ്താദിനെ എനിക്ക് പരിചയമുണ്ട്. ഞങ്ങളുടെ പുത്തിക പള്ളിയിലെ റമദാനിൽ 4ാമത്തെ വെള്ളിയാഴ്ച ഉസ്താദിന്റെ വഅദും അതുപോലെ തന്നെ ഖുത്ബയുമാണ്. അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാണ്. ഉസ്താദിന് ഞങ്ങളുടെ ഫാമിലിയും കൂടിയാണ്. അതിനു മുമ്പേ അദ്ദേഹത്തെ നമ്മൾ പരിചയമുണ്ട്. ഈ കാലത്തിനിടയിൽ അദ്ദേഹം ഒരു ശോഭിച്ച് ചൂടായിട്ട് ഏതെങ്കിലും ഒരാളോട് സംസാരിക്കുന്നതായിട്ട്, ഒരു കയർത്ത് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഏതൊരു മനുഷ്യനുണ്ടാവും ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് കയർത്ത് സംസാരിക്കൽ. പ്രത്യേകിച്ച് ആലിമീങ്ങൾ ഉസ്താദന്മാര്, ചില ഉസ്താദന്മാരൊക്കെ പെട്ടെന്ന് ചൂടാകുന്ന ആളുകളാണ്. എന്നാൽ അസീസ് ഉസ്താദിനെ സംബന്ധിച്ച് അതൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. വളരെ വിനയത്തോടെ താഴ്മയോടെ അത് തന്നെ വളരെ ഇത്ര വലിയ പണ്ഡിതനായിട്ടും ഒരു ചെറിയൊരു സംശയം, ഒരു ഡൗട്ട് ഉണ്ടായ ഉസ്താദ് വളരെ താഴെയുള്ള എന്നെ പോലെയുള്ള ചെറിയ ചെറിയ ആളുകളോട് വരെ ചോദിച്ചിട്ട് ആ സംശയം തീർത്തിട്ടാണ് അദ്ദേഹം മറുപടി കൊടുക്കാറുണ്ടായിരുന്നത്, ഫത്വയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നത്. അറിയായിട്ടല്ലാതെ അത് തഹ്ഖീഖാക്കാൻ വേണ്ടി അത്രയും താഴ്മയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ധാരാളം പള്ളികളും മദ്രസകളും ഉസ്താദിന്റെ വയലിൽ കൂടിയാണ് ഉണ്ടായത് എന്നതിൽ യാതൊരു സംശയമില്ല. ഉസ്താദ് കലക്ഷനാക്കി മണിക്കൂറുകളോളം വയൽ പറഞ്ഞ് പഴയ കാലത്ത് വായുധന്മാർ കുറവാണ്. ആ സമയത്ത് ഒരാഴ്ചയെല്ലാം ഉസ്താദ് സുദീർഘമായി വയൽ പറയും. പ്രത്യേകിച്ച് നമ്മുടെ പെരുന്നാൾ പറമ്പ് മദ്രസ ഉസ്താദിന്റെ തന്നെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണ്. അദ്ദേഹം ഒരിക്കൽ ആ സംഭവമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് സ്കൂളുകളിലായിരുന്നു മദ്രസ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊരു മാറ്റമെന്ന നിലയ്ക്ക് സ്കൂളിലത്തെ മദ്രസ നിലനിൽക്കൂല എന്ന് കണ്ടപ്പോ പെരുന്നാപ്പറമ്പ് മദ്രസ ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഞാൻ തന്നെ കണക്ഷനാക്കി വയൽ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരു മദ്രസ മാത്രമല്ല, അവിടെയുള്ള ചുറ്റുഭാഗത്തുള്ള പള്ളിയാവട്ടെ മദ്രസയാവട്ടെ മറ്റെന്ത് ദീനീ കാര്യങ്ങളാണെങ്കിലും അതിൽ ഉസ്താദിന്റെ ഒരു പങ്ക് ഉണ്ട് എന്നതിൽ സംശയമില്ല. അങ്ങനെയുള്ള ഉസ്താദ് ഇന്ന് നമ്മോട് വധ പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. വളരെയേറെ വിഷമമുണ്ട് കുടുംബത്തോടൊപ്പം. നമ്മളും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഉസ്താദ് വലിയ ജനങ്ങളുടെ ഇടയിൽ താമസിച്ച ഒരാളാണ്. എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ രാത്രിയും പകലും താമസിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ വാക്കാലോ പ്രവർത്തിയാലോ മറ്റോ ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്ത വല്ലതും ഉസ്താദിന്റെ പക്കന്ന് വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ വളരെയേറെ വിനയത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളത് പുറത്തു കൊടുക്കണം. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഉസ്താദിനെ സംബന്ധിച്ച് നമുക്ക് നല്ലതേ പറയാനുള്ളൂ, വേറൊന്നും നമുക്ക് പറയാനില്ല. എന്നാലും വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് മാപ്പാക്കി കൊടുക്കണം. വല്ല ഹക്കടപാടും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അഥവാ എവിടെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ചെറിയ സംഖ്യയാണ്. പണ്ട് കാലം അങ്ങനെയാണല്ലോ, വളരെ പ്രയാസമുള്ള കാലം. അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടുക, അത് ക്ലിയർ ആക്കുക. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ വന്യരായ ഉസ്താദിന് നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഇവിടെ ഞങ്ങളെ ഒരാളെയും അദ്ദേഹം വേദനിപ്പിക്കാത്തതുപോലെ അദ്ദേഹത്തെ നീ വേദനിപ്പിക്കല്ല റഹ്മാനെ. അദ്ദേഹം
അദ്ദേഹത്തിന്റെ സകല ദോഷങ്ങളും പുറത്തു കൊടുക്കണേ റഹ്മാനെ. ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ദീർഘകാലം നിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് ചെയ്ത് ഖിദ്മത്ത് ചെയ്ത് വയല് പറഞ്ഞ് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം വഹിച്ച് ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുത്ത അതുപോലെ സാധാരണക്കാർക്കൊക്കെ വയല് പറഞ്ഞ് ഇൽമു പകർന്നു കൊടുത്ത ആളാണ് റഹ്മാനെ. അല്ലാഹു അതൊക്കെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ സകല സ്വാലിഹായ അമലുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ സയ്യിആത്ത് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി മണിയറാക്കി കൊടുക്കണേ റഹ്മാനെ. വിശാലമാക്കി പ്രകാശിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോവാൻ ഞങ്ങളെ ഉസ്താദിനെ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൊണ്ടുതരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ യൂനുസ് മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ കുറെ കാലം ജോലി ചെയ്ത നമ്മുടെ കാട്ടിപ്പാറ സഖാഫി ഉസ്താദ് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്നലെ രാത്രി നമ്മളൊക്കെ ഏറെ വേദനയോടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ വിയോഗ വാർത്ത നമ്മൾ കേട്ടത്. അത്രക്കും ഉസ്താദ് ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഈ കൂടിയതല്ലേ അപാരമൊത്തം ജനങ്ങൾ ഇന്നലെ മരണവാർത്ത അറിഞ്ഞത് മുതൽ വീടുകളിലേക്കൊക്കെ വന്നുപോയ ആളുകൾ ഉസ്താദ് സ്നേഹിക്കാൻ വലിയൊരു സമൂഹമുണ്ട് എന്നുള്ളതാണ്. അത് അല്ലാഹുവിനടുക്കൽ ഒരാൾ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ അടയാളം ധാരാളം ജനങ്ങൾ അവരെ സ്നേഹിക്കാനുണ്ടാവും എന്നുള്ളതാണ്. അത് വെറുതെ പറയുകയല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ റജുലൻ, അല്ലാഹു തആല ഏതെങ്കിലും ഒരു വിശ്വാസിയെ അല്ലാഹു പ്രിയപ്പെടുകയാണെങ്കിൽ, അല്ലാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദഅ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുന്നതാണ്. എന്നിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ, ഞാൻ ഇന്നാലിന്ന ആളെ സ്നേഹിച്ചിട്ടുണ്ട്, അയാൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ പൊരുത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ആളാണ്, അതുകൊണ്ട് നിങ്ങളും ഫാഹിബുഹു, അവരെ നിങ്ങൾ സ്നേഹിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്തുള്ള എല്ലാ മലക്കുകളെയും വിളിച്ചുകൂട്ടി പറയും, അല്ലാഹു തആല ഇന്നാലും നാളെ പ്രിയം വെച്ചിട്ട് നിങ്ങളും പ്രിയം വെക്കണമെന്ന്. എന്നാൽ അവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിർത്തുന്നില്ല. അത് വാനലോകത്തുള്ള മലക്കുകൾക്കിടയിൽ അല്ലാഹു തആല പ്രിയപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന വലിയ അംഗീകാരമാണ്. പക്ഷെ എന്നാൽ ഭൂമി ലോകത്തോ ഭൂമി ലോകത്ത് വലിയ അംഗീകാരവും സ്വീകാര്യതയും ജനങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുമെന്നാണ്. അപ്പൊ അതാണ് ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദിന്റെ വിഷയത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്കടിമുഖർ അസീസ് ഉസ്താദ് എന്ന് പറയുമ്പോഴും അങ്കടിമുഖറിൽ മാത്രം പ്രവർത്തനം അല്ല ബഹുമാനപ്പെട്ട ഉസ്താദ് ചെയ്തത്. നമുക്ക് നേരത്തെ ഇവിടെ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നിരവധി മഹല്ലുകൾ, ആ മഹല്ലുകളിലൊക്കെ നമുക്കറിയാം ഉസ്താദിനെ ഏറെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആളുകളാണ്. വിനീതനായ ഒരു 18 വർഷമായി അങ്കടിമുഖറിൽ വന്നിട്ട്, അതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 3-4 വർഷം അവിടുന്ന് പള്ളിയിൽ നിന്ന് സേവനത്തിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് വിട്ടുനിന്നെങ്കിലും അതുവരെ ഉസ്താദ് ഖത്തീബും ഞാനും മുദരിസാകുമ്പോഴും നിങ്ങളറിഞ്ഞ ഉസ്താദിനേക്കാൾ എനിക്ക് ഉസ്താദിന്റെ മറ്റൊരു മുഖം അറിയാൻ കഴിയുന്നുണ്ട്. അതായത് ഏറ്റവും നല്ല വിനയമുള്ള, ആരോടും താഴ്മയുള്ള ആ ഒരു ജീവിതമായിരുന്നു ഉസ്താദിന്റെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ല, ചെറിയ മക്കളാണെങ്കിൽ പോലും ഉസ്താദിന് എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഉസ്താദിന്റെ വലിയൊരു കഴിവ്, വലിയ പാണ്ഡിത്യം പറയേണ്ടതില്ല. പലപ്പോഴും എനിക്കൊക്കെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഉസ്താദിന്റെ ദുആക്ക് തന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല വലിയ ഉത്തരം കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വാക്കുകൾക്കുമുണ്ട്. ഉസ്താദ് ചില ആളുകളെ, ചില വ്യക്തികളെയൊക്കെ ചിലപ്പോൾ ചില വിഷയങ്ങൾ പറയാറുണ്ട്, മുൻകൂട്ടി ദീർഘവീക്ഷണം. ഉസ്താദ് പറയുന്നത് പോലെ തന്നെ പുലർന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രൂപത്തിൽ ഉസ്താദ് നല്ല സംശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു. എന്ന് മാത്രമല്ല വലിയ സ്നേഹം, വാത്സല്യം മറ്റുള്ളവർക്ക് മുത്താലിമീങ്ങളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു. ഞങ്ങളോടൊക്കെ നേരത്തെ ഉസ്താദ് പറഞ്ഞില്ല, ഞങ്ങളൊക്കെ പ്രായത്തിൽ ചെറിയ ആളാണ്, വിവരവും കുറഞ്ഞ ആളാണ്, എങ്കിൽ പോലും വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഉസ്താദ് പറയും, ഇങ്ങനെ ഒരു വിഷയവും ഇങ്ങനെ ഓരോന്നും മുശാവറ ചെയ്തുകൊണ്ടും അങ്ങനെ സമൂഹത്തിന്റെ നടുവിലേക്ക് തന്റെ സ്നേഹത്തെ കൊണ്ട് അല്ലെങ്കിൽ വാത്സല്യവും വിനയവും കൊണ്ട് അടുപ്പിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത്. ഉസ്താദിന്റെ സേവന പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ നാട്ടുകാരായ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, അവർക്കൊക്കെ കൂടുതൽ അറിയാം. മദ്രസിന്റെ വിഷയം പറഞ്ഞു. ഇത് മാത്രമല്ല, ഉസ്താദിന്റെ പാതിരാ ബാധുകൾ
ഒരുപാട് സമയം ദുആയുണ്ടാവും. ഏത് പരിപാടികളിലും ഈ പറയപ്പെട്ട എത്രയോ നൂറുകണക്കിന് മഹലുകളുണ്ട്. അവിടെയൊക്കെ അവസാന പ്രാർത്ഥനയും അതുപോലെ തന്നെ റാത്തീബാണെങ്കിലും മൊറൂസാണെങ്കിലും എല്ലാത്തിനും സമാപന ദുആ ഉസ്താദാണ്. ഓരോ ആളുകളുടേതും ഓരോന്നും എഴുതുകൊണ്ട് ഉസ്താദ് ദ്വാരുന്നു. അപ്പൊ ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും പട്ടിക ഒന്നിച്ച് വായിച്ച് ദ്വാരുന്ന പോലെ ഉസ്താദ് ഇത്രയും സമയം ഉസ്താദിന് വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത്, പ്രായമാകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ, മണിക്കൂറുകളൊക്കെ ദുആ ചെയ്യുമ്പോൾ. അപ്പൊ പറഞ്ഞത് ഇന്ന സലാത്തൊക്കെ സകലുലവും. വിശുദ്ധ ഖുർആൻ നബിതങ്ങളോട് അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങളുടെ ദുആ, ഓരോരുത്തർക്ക് വേണ്ടിയുള്ള ദുആ, അത് അവർക്ക് വലിയ മനസ്സമാധാനം ഉണ്ടാക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരെയും പരിഗണിച്ചുകൊണ്ട് വാതിലൊക്കെ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടാണ് മദ്രസകളും പള്ളികളും ഒക്കെ നടത്തിയത്. പഴയ കാലത്തുള്ള ത്യാഗപൂർണമായ ജീവിതങ്ങളൊന്നും ഒരുപക്ഷെ ഈ പുതിയ തലമുറക്ക് അറിഞ്ഞോളുന്നില്ല. അവരൊക്കെ ഇന്നത്തെ ഈ ജീവിതങ്ങൾ ഇത്രയൊന്നും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത സമയത്തും ശുദ്ധമായ ദീനിന് വേണ്ടി, അഖിലുസുന്നക്ക് വേണ്ടി, മദ്രസ പള്ളി നിർമ്മാണത്തിനൊക്കെ വേണ്ടി അവരൊക്കെ ഏറെ ത്യാഗം സഹിച്ചു. അങ്ങനെയാണ് ഇന്ന് ഇത്രയും വലിയ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെട്ടത് എങ്കിൽ ആ ഉസ്താദിന്റെ ആ വലിയ വിനയവും വലിയ പാണ്ഡിത്യവും വലിയ വിവരവും അതൊക്കെ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. ആരെയും പരിഗണിക്കുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കൊല്ലക്കാലം കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഉസ്താദിന്റെ ഒരു കറുത്ത മുഖം അല്ലെങ്കിൽ കടുപ്പിച്ച മുഖം എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല. കൂടെ ഇത്ര കൊല്ലം ഉണ്ടായിട്ട് കാണേണ്ടി വന്നിട്ടില്ല. അതായിരുന്നു ഉസ്താദ്. നമുക്കൊക്കെ ഇതിന്റെ വലിയ പാഠമുണ്ട്. അങ്ങനെയുള്ള തണലുകൾ നമ്മളിൽ നിന്ന് നീങ്ങുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് നഷ്ടമാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. ഒരു വലിയൊരു ആലിമ് മരിക്കുക എന്ന് അദ്ദേഹം വിട പറയുകയാണെങ്കിൽ അത് ലോകർക്ക് വലിയ നഷ്ടമാണ്, അവരുടെ മരണമാണ്. തീർച്ചയായിട്ടും ആ വെളിച്ചം, ആ തണലിൽ ഇനി നമുക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ വേദനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. പാരത്രികരം അല്ലാഹു തആല സന്തോഷത്തിലേക്ക് കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ദുആ ചെയ്യും. ഉറപ്പാണ് നമ്മുടെ എല്ലാ മഹല്ലുകളിലും ഉസ്താദിന്റെ അനുസ്മരണങ്ങൾ നടത്തണം, പറയേണ്ടതില്ല. മഹല്ല് ഭാരവാഹികളൊക്കെ ഇതിനുണ്ടാവും. നമ്മുടെ അടുത്ത വെള്ളിയാഴ്ചകളിൽ മയ്യത്ത് നിസ്കരിക്കുക ഉറപ്പാണ്. അതോടൊപ്പം തന്നെ അനുസ്മരണ പരിപാടികളും ദിക്കറുകളും മറ്റും ഇതൊക്കെ ഓതാൻ പറയണം. എത്രയോ ഉമ്മമാര് ഉസ്താദിനെ അറിയാത്തവരില്ലല്ലോ, എല്ലാ മഹല്ലുകളിലും ഉണ്ട്. പല ആളുകൾക്കും അസീസ് ഉസ്താദ് എന്ന് പറഞ്ഞാലും അറിയില്ല, ഖാദിയാർ ഉസ്താദ് എന്ന് പറഞ്ഞാലും അറിയില്ല. ഞാൻ തന്നെ ഇന്നലെ 1-2 ആളുകളോട് പറഞ്ഞു അസീസ് ഉസ്താദ്, അവർ കുറെ ആലോചിച്ച് പറഞ്ഞു ഖാദിയാർ ഉസ്താദാണോ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ രൂപത്തിൽ സമൂഹത്തിൽ വലിയ സ്ഥാനവും അംഗീകാരവും ഉള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു. അല്ലാഹു തആല മലക്കുകളുടെ റഹ്മത്തിന്റെ മലക്കുകളുടെ അകമ്പടിയോടെ ഖബറും അല്ലാഹു തആല കൂട്ടട്ടെ. അല്ലാഹു തആല അവരുടെ ദോഷങ്ങൾ പൊറുക്കട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ മയ്യിത്തുസ്കാരത്തിൽ ഒരുമിച്ചുകൂടെ നമ്മുടെ എല്ലാവരുടെയും ദോഷം അല്ലാഹു പൊറുത്തു തരട്ടെ. അവരുടെ ഭാര്യ, മക്കൾ, പേരമക്കൾ, മരുമക്കൾ, കുടുംബാദികൾ അല്ലാഹു തആല അവർക്ക് ഖൈറും ബറക്കത്തും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മകൻ മയ്യിത്തുസ്കാരത്തിന് എത്ര നൽകുകയാണ്. അതുപോലെ തന്നെ മരുമകൻ മുമ്പി ഉസ്താദിന്റെ അവസ്ഥ പല ആളുകളും പണ്ഡിതന്മാരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മയ്യിത്തുസ്കാരത്തിലേക്ക് കടക്കുന്നു. ഉസല്ലി ഫർദ അലാ ഹാദൽ മയ്യത്തി, അല്ലെങ്കിൽ ഈ മയ്യത്തിന്റെ മേലുള്ള നിസ്കാരത്തിന് ഇമാമോടുകൂടെ, ഫർദ് നിസ്കാരത്തിന് ഇമാമോടുകൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യുന്നു. ഫാത്തിഹ ഓതുന്നു. ശേഷം 2ാം തക്ബീർ ചൊല്ലി നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണ്. സ്വലാത്തിന്റെ മുമ്പേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു ഹംദ് ചൊല്ലൽ കൂടി സുന്നത്തുണ്ട്. സ്വലാത്ത് നമ്മൾ അത്തഹിയ്യാത്തിലുള്ള സ്വലാത്താണ്. ഇന്നക ഹമീദുൻ മജീദ്. ആ സ്വലാത്ത് ചൊല്ലുന്നു, വീണ്ടും തക്ബീർ ചൊല്ലുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ആ ദുആ